കൂൺ കിട്ടിയാൽ നമ്മൾ താണ്ടെ നല്ല തക്കക്കൂടായിട്ടുള്ള വലിയ മാരി ഒരു താറാവും ഒരു 2 ഉമ്മാക്കികളും വരുന്നുണ്ട് ഗൈസ്. അയ്യോ നമ്മൾ പൊങ്ങിച്ചാടിയപ്പോഴത്തേന് സൂര്യൻ വന്ന് ഗൈസ്. അയ്യോ അയ്യോ ഊഴി പോയില്ല, നമ്മൾ 5ാം ലോകത്തിലെത്തി ഗൈസ്. ഭയങ്കര സ്ട്രെസ് പിടിച്ചൊരു കളിയായിരുന്നു ഈ ഒരു 4ാം ലോകം. വലുതാവ് താഴെ പോടാ കൊടുത്ത് ഞാനും കൂടെ അങ്ങ് പോയി. ഇവർക്ക് ഇച്ചിരി കൂടെ വലിയ മതിലും കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. ഇത്രയും കുഞ്ഞിതൊക്കെ വെച്ചാൽ നമ്മളെങ്ങനെയാ ഒരു കഷ്ടപ്പെട്ട് പുറത്ത് കിടുന്നേ. അയ്യോ 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 ഹലോ. അപ്പം ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് പുറത്തൊന്നും പോവാതെ റൂമിൽ തന്നെ ഇരിക്കുവായതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്നൊരു ഗെയിമിംഗ് ഡേ ആക്കിയേക്കാന്ന്. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ വലിയ പ്രോ ഗെയിമർ ആയിരിക്കും, അതായത് പബ്ജിയും കോൾ ഓഫ് ഡ്യൂട്ടിയും റേസിംഗ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നതെന്ന്. അതൊക്കെ ചെയ്യാൻ എനിക്ക് അറിയാമല്ലോ സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ഗെയിമുണ്ട്, അതായത് നമ്മുടെ റിട്രോ ഗെയിമായ സൂപ്പർ മാരിയോ. എന്നാലും സൂപ്പർ മാരിയോയിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് ടൈം പാസിന് ഇങ്ങനെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ സൂപ്പർ മാരിയോ ലോകത്തോട്ട് നിങ്ങളെയും കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ് സൂപ്പർ മാരിയോ ബ്രോസിലോട്ട് സ്വാഗതം കിട്ടിയിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് 1ാം ലോകത്തിലോട്ട് അങ്ങ് പോയേക്കാം. ഇങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതേ നമ്മുടെ മാരിയക്കൂട്ടൻ അവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. നമുക്ക് പുള്ളീനെ ഓരോ വഴിക്ക് കൊണ്ടുപോകാം. അതേ ഉമ്മാക്കി വന്നു ഗൈസ്. ഉമ്മാക്കിയുടെ ഇടയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് താണ്ടെ ഒരു കൂൺ കിട്ടിയാൽ നമ്മൾ താണ്ടെ നല്ല തക്കക്കൂടായിട്ടുള്ള വലിയ മാരിയുമായിട്ടുണ്ട്. നമ്മളിന്ന് ഔട്ടായാലും നമുക്ക് ഏകദേശം രക്ഷപ്പെടാം, കാരണം നമുക്ക് കുറച്ച് ലൈഫൊക്കെ കിട്ടി. കണ്ടോ, അങ്ങ് സ്പീഡ് അങ്ങ് പോയാൽ മതി. കണ്ടോ, നമ്മുടെ കുട്ടൻ വലുതായതുകൊണ്ട് എല്ലാവരെയും ചവിട്ടി അങ്ങ് ചതച്ചില്ലാതെയാക്കി ഉമ്മാക്കീനെയൊക്കെ. നല്ല കട്ടയൊക്കെ കയറി അങ്ങ് പോയി. അയ്യോ, ഇവിടെ എല്ലാം ഉമ്മാക്കികളുണ്ട്. മതിലെല്ലാം കടന്ന് അങ്ങനെ നമ്മൾ ആദ്യത്തെ കടമ്പ കഴിഞ്ഞ് ഗൈസ് നമ്മളാട്ടെ ഗുഹയിലോട്ട് കയറിക്കൊണ്ടിരുന്നു. ഇനിയാണ് പക്ഷേ ടാസ്ക്. നമ്മൾ 2ാം ലോകത്തിലോട്ട് കടന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കണം, വീണ്ടും കഠിനമേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വേണ്ടേ നമ്മൾ 2ാം ലോകത്തിലോട്ട് എത്തി. ഇവിടെ കുറേ ഉമ്മാക്കികളും താറാക്കളും ഒത്തിരി ആൾക്കാരുണ്ട് ശത്രുക്കളായിട്ട്. അവന്മാരുടെയൊക്കെ വലയെന്ന് നമ്മുടെ കൊച്ചിക്കാനെ നമുക്ക് രക്ഷിച്ചെടുക്കണം. നമുക്ക് വേണ്ട വേറൊരു പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. പൂ നമുക്ക് എടുക്കാം. പൂ നമുക്ക് എങ്ങനെയും പൂ എടുക്കാൻ പറ്റത്തില്ല, ആദ്യം എടുക്കണമായിരുന്നു. അപ്പോൾ അയ്യോ ദേ വരുന്ന 2 താറാക്കൾ കുണുങ്ങി. എനിക്ക് താറാക്കൾ ഭയങ്കര പാടാണ് ചില സമയത്ത്. ദേ വരുന്നത് ഒരു താറാവും ഒരു 2 ഉമ്മാക്കികളും വരുന്നുണ്ട് ഗൈസ്. നമ്മളാണ്ടേ കണ്ടോ നമ്മൾ ആ ശക്തി എടുത്തോണ്ടാട്ടോ നമ്മളവിടെ രക്ഷപ്പെട്ടതേ, ഇല്ലേ നമ്മൾ പോയേനെ. നമ്മളാണ്ട വീണ്ടും ദേ വരുന്ന 2 എണ്ണം. പിന്നെ ഇവന്മാരുടെ ഇടയിൽ നിന്ന് ഭാഗ്യം ഗൈസ്, നമുക്കിനി ചാടി അങ്ങ് പോവാം. ചാടി പോകുന്നിരുമ്പോൾ ദേ വരുന്നു 3 ഉമ്മാക്കി. തൂടിൻ്റെ പക്കത്ത് താമരയുടെ വായിക്കകത്തെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, ഒന്ന് ശ്വാസം വിടാൻ സമയമില്ല. അപ്പത്തേനും ഏണി കടന്ന് നമ്മളിപ്പുറത്തെത്തി ഗൈസ്. നമ്മൾ ഏതോ ലോകത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഡയറക്റ്റ് നേരത്തെ 4ാം ലോകത്തിലോട്ട് ചാടി ഗൈസ്. 4ാമത്തെ ലോകത്തിലോട്ട് നമുക്ക് പോവാം. നമുക്ക് വീണ്ടും താണ്ടെ നമ്മളങ്ങനെ കളിച്ച് നമ്മുടെ മാരിയക്കുട്ടൻ അങ്ങ് ഒരു വിധത്തിൽ നമ്മൾ ചാടിക്കടന്ന് ഗൈസ്. വലിയ ബ്ലേഡ്. അയ്യോ നമ്മൾ പൊങ്ങിച്ചാടിയപ്പോഴത്തേന് സൂര്യൻ വന്ന് ഗൈസ്. സൂര്യന് ഇച്ചിരി പണിയാട്ടോ. അയ്യോ ഗൈസ് ഒരു ബോളം വരുന്നുണ്ട്. ചാടിക്കോ. മതിൽ വന്നേ. കുഴി പോയില്ല. രക്ഷപ്പെട്ടു. ഞാൻ ഓർത്ത് ഇപ്പം കുഴിക്കകത്ത് പോയത്. മതിലുകളുടെ നമ്മൾ 5ാം ലോകത്തിലെത്തി ഗൈസ്. അയ്യോ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഭയങ്കര സ്ട്രെസ് പിടിച്ചൊരു കളിയായിരുന്നു ഈ ഒരു 4ാം ലോകം. ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി കണ്ടോ. ഞാനത് ഇച്ചിരി പുറകോട്ട് ഞെക്കിയാൽ മതിയായിരുന്നു.
നമുക്ക് വിട്ടുകൊടുക്കണ്ട, നമുക്ക് വീണ്ടും കളിക്കാം. എന്തായാലും ഗൈസ് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ചാടിക്കടന്ന് പോവായിരിക്കും. പക്ഷെ ഞാൻ അത്രയ്ക്ക് പ്രോ അല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണിത്. ഉയ്യോ എൻ്റെ ദൈവമേ, ഒരു വിധത്തിൽ ചാടിക്കടന്നേ ഗൈസ്. ആരൊക്കെ ശത്രുക്കൾ? ഉയ്യോ ഉയ്യോ ഗൈസ്, കുറേ ഉമ്മാക്കികൾ നിരന്നാണ് വന്നത്. നമുക്ക് കുറച്ച് കോയിനൊക്കെ അങ്ങ് എടുത്തിട്ടങ്ങ് പോകണ്ടേ. അയ്യോ നമ്മുടെ ഇത് വലുത് ഒന്ന് താഴെ പോയല്ലോ ഗൈസ്. വലുത് താഴെ പോടാ കൊടുത്ത് ഞാനും കൂടെ അങ്ങ് പോയി. എങ്ങാനും താഴേന്ന് കിട്ടിയാലോ എന്നുള്ള ഒരു പരിശ്രമത്തിൽ ഞാനങ്ങോട്ട് പോയതാണ്. സാർ നമുക്കൊന്നുകൂടെ സൂക്ഷിച്ച് കിടക്കാം. നമ്മൾ പുറകോട്ടെത്തി. ഇവർക്ക് ഇച്ചിരി കൂടെ വലിയ മതിലും കൊണ്ട് വയ്ക്കാൻ മതി. ഇത്രയും കുഞ്ഞിതൊക്കെ വെച്ചാൽ നമ്മളെങ്ങനെയാണ് അവർ കഷ്ടപ്പെട്ട് പുറത്ത് കിടുന്നത്. നമുക്കൊരു വിധം എനിക്ക് ആ ഒരു കടമ്പ കടക്കാനായിരുന്നു പാട്. ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ കൊണ്ട് നമ്മുടെ ഉമ്മാക്കുകൾ വരുന്നുണ്ട്. അയ്യോ എന്നെ പൊട്ടത്തരാ ഗൈസ് കാണിച്ചത്. നമ്മളപ്പളെ ചാടാൻ പാടില്ലായിരുന്നു. കുഴപ്പമില്ല, കൊണ്ട് വീണ്ടും ഞാൻ ആ കാടിഞ്ഞ് മെറിയതിലോട്ട് വന്നു. അയ്യോ 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 അയ്യോ. അപ്പം ഗൈസ് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ അവസ്ഥ. ഒന്നെങ്കിൽ ഞാനും എൻ്റെ മാരിയോ കുട്ടനെയും കൂടെ തെന്നി താഴെ കിടക്കും, അല്ലെങ്കിൽ ആ തൂണേന്ന് വീഴും, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാക്കികളെല്ലാം കൂടെ എന്നെ വിഴുങ്ങുവാണ്. ഈ ഒരു ലോകത്തിൽ നിന്ന് കയറാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നുമില്ല. മാരിയോ വരെ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെന്നാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നതായിരിക്കും എനിക്കും നല്ലത്, മാരിയോയ്ക്കും നല്ലത്. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞ് വീണ്ടും ഊർജ്ജസ്വലയായി ഞാൻ വന്ന് മാരിയോനെ ഞാൻ അക്കരെ എത്തിക്കും ഗൈസ്. അപ്പോൾ മാരിയോനെ അക്കരെ എത്തിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.